സ്വാഗതം. ഞാൻ കുഷ. ഞാൻ ലവ. അന്ന് നമുക്ക് ഇന്നത്തെ വ്യത്യസ്തമായ വീഡിയോക്ക് കടന്നാലോ ഫ്രണ്ട്സ്? അപ്പൊ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ എത്തിക്കാൻ പോകുന്ന ഒരു പായസത്തിന്റെ വീഡിയോ ഉണ്ടോ ഫ്രണ്ട്സ്? ഇപ്പൊ ഓണമൊക്കെ ആവാറായതുകൊണ്ടാണ് ഫ്രണ്ട്സ് നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു പായസത്തിന്റെ വീഡിയോ എത്തിക്കാമെന്ന് ഞാൻ വിചാരിച്ചത്. ഇത് സേമിയ പായസം ആട്ടോ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ പോകുന്നത്. അതായത് സാധാ സേമിയ പായസം അല്ല, ടോഫി സേമിയ പായസം എന്നാണ് ഈ പായസത്തിന്റെ പേര്. അതായത് നമ്മുടെ സാധാ പായസം തന്നെയാണ്, അതിലേക്ക് ടോഫി പറഞ്ഞ ഒരു സംഭവം കൂടി നമ്മൾ ഉണ്ടാക്കി ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുമ്പോഴാണ് അത് ടോഫി സേമിയ പായസം എന്നാണ് ഇതിന്റെ പേര്. അപ്പം സേമിയ പായസത്തെക്കാട്ടി ഇത്തിരി കൂടി ടേസ്റ്റ് ആയിരിക്കും ടോഫി അതിലേക്ക് ഒഴിക്കുമ്പോൾ. അപ്പൊ നമുക്ക് ആദ്യം പായസം എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന്റെ ടോഫിയും കൂടി ഉണ്ടാക്കിയിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ പായസം ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം പായസം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ ഫ്രണ്ട്സ്? അപ്പൊ നമ്മൾ 2 ലിറ്റർ പാലാട്ടോ ഫ്രണ്ട്സ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. അതായത് 1/2 ലിറ്ററിന്റെ 4 പാക്കറ്റാണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് കേട്ടോ ഫ്രണ്ട്സ്. നിങ്ങൾക്ക് എത്ര പായസം വേണം അതിനനുസരിച്ച് പാൽ ഒഴിക്കാം കേട്ടോ ഫ്രണ്ട്സ്. അപ്പം നമ്മൾ ഗ്യാസൊക്കെ കത്തിച്ച് നമ്മുടെ പാല് ഞങ്ങൾ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. ഇനി പാൽ അവിടെ നിന്ന് തിളച്ചോട്ടെ. അപ്പോൾ നമുക്ക് നമ്മുടെ സേമിയയുടെ പണി നോക്കാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ സേമിയ നമ്മൾ പൊട്ടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. ഇനി നമുക്കിതിനെ നെയ്യിട്ടിട്ട് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇതിന് വേണ്ടത് കേട്ടോ ഫ്രണ്ട്സ്. അതിന് വേണ്ടി ഞങ്ങൾ എടുക്കുന്നത് മിൽമ ഗീ ആണ് കേട്ടോ ഫ്രണ്ട്സ്. എന്നിട്ട് നന്നായിട്ട് ഇട്ടിട്ട് ഒന്ന് ഇളക്കണം. അത് ഒരു ബ്രൗൺ നിറമായിട്ട് മാറണം ഫ്രണ്ട്സ്. നമ്മുടെ ഈ സേമിയ ഏകദേശം ഒരു ബ്രൗൺ നിറമായിട്ട് മാറുമ്പോൾ നമുക്ക് ഇതിനെ എടുത്തിട്ട് പാലിലേക്കാവും. പാലായി കഴിഞ്ഞാൽ പാലിലേക്ക് ഇടാം. അതാണ് നമ്മുടെ അടുത്ത പണി കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നെയ്യ് ഇട്ടിട്ടുണ്ട്, നമ്മൾ സേമിയ ഇട്ട് കൊടുക്കുക കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ സേമിയ നമ്മൾ ഇളക്കുക കേട്ടോ ഫ്രണ്ട്സ്. ഏകദേശം ഒരു 10 മിനിറ്റ് ഇളക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ഒരു ബ്രൗൺ നിറമായിട്ട് സേമിയ കിട്ടുന്നതായിരിക്കും കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ പാല് നന്നായി ഇളക്കി കൊടുക്കുക കേട്ടോ ഫ്രണ്ട്സ്. പാല് തിളയ്ക്കണ വരെ ചെറുതായിട്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ പാല് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ സേമിയ നമ്മൾ വറുത്തെടുത്ത സേമിയയും കൂടി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യാം കേട്ടോ ഫ്രണ്ട്സ്. നല്ല ബ്രൗൺ നിറത്തിലായിട്ട് കേട്ടോ ഫ്രണ്ട്സ്. നമ്മൾ നല്ല പ്യുവർ നെയ്യൊക്കെ ഇട്ട് നന്നായിട്ട് വറുത്തെടുത്തുക കേട്ടോ ഫ്രണ്ട്സ്. അതിന് നമ്മൾ നല്ല തിളച്ച് വന്ന പാലിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ. അപ്പോൾ ഞങ്ങൾ സേമിയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞങ്ങൾ നന്നായി ഇളക്കി കൊടുക്കുക കേട്ടോ ഫ്രണ്ട്സ്. ഇതിനെ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക, ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക കേട്ടോ ഫ്രണ്ട്സ്. അപ്പം നമ്മുടെ പായസം നന്നായി തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. അപ്പം നമ്മുടെ കുറേ നേരം ഇളക്കിയതിന് ശേഷം നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ പഞ്ചസാര ഇട്ടുണ്ടായിരുന്നില്ല ഫ്രണ്ട്സ്, അതുകൊണ്ട് തന്നെ ഞങ്ങൾ പഞ്ചസാര ഇടുക കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യം എത്ര പഞ്ചസാര വേണം അത്ര ആവശ്യത്തിന് നിങ്ങൾക്ക് ഇടാം ഫ്രണ്ട്സ്. ഇനി നമ്മുടെ പായസം റെഡി ആയിരിക്കുന്നു കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നമുക്കിനി ടോഫിയുടെ പരിപാടിക്ക് കിടക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിത് ഒരു പാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. ഒരു ഫ്രൈയിങ് പാനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് നിങ്ങൾ ആദ്യം ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക കേട്ടോ ഫ്രണ്ട്സ്. അത് നിങ്ങൾക്ക് എത്ര ടോഫി വേണോ അതിനനുസരിച്ചുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇത് നന്നായി മെൽട്ടായിട്ട് വരുന്ന വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് മെൽട്ടാവണം. ഞങ്ങളിത് ഇളക്കി കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പഞ്ചസാര ഏകദേശം മെൽട്ടായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. അപ്പൊ നമ്മുടെ പഞ്ചസാര ഫുൾ മെൽട്ടായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ പഞ്ചസാര മെൽട്ടായതിലേക്ക് ഇനി നമ്മൾ നമ്മുടെ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക കേട്ടോ ഫ്രണ്ട്സ്. അപ്പം നമ്മൾ ഈ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് ഇളക്കുക കേട്ടോ ഫ്രണ്ട്സ്. അല്ലെങ്കിൽ പെട്ടെന്ന് ഈ കാരമൽ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കട്ട പിടിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. ഈ ഷുഗർ നമ്മൾ പലിയിപ്പിച്ചെടുത്തതായതുകൊണ്ട് പെട്ടെന്ന് കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. നമ്മൾ ആ മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു 2-3 സെക്കൻഡ് വെറുതെ വെച്ചാൽ തന്നെ പെട്ടെന്ന് കട്ടയാവുന്നുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നന്നായി ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പം നമ്മുടെ ടോഫിയുടെ പണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഈ ടോഫീനെ നമുക്ക് നമ്മുടെ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ ഫ്രണ്ട്സ്. എല്ലാ ഭാഗങ്ങളിലും എത്താൻ വേണ്ടി നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്താലാണ് ഇതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ ടോഫിയൊക്കെ ചേർത്താൽ നമ്മുടെ സൂപ്പർ സേമിയ പായസം ഇവിടെ റെഡി ആയിരിക്കുകയാണ് കേട്ടോ ഫ്രണ്ട്സ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ടോഫി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കുന്നത് വലിയ എന്തോ സംഭവമാണെന്ന്. ഇതൊക്കെ നല്ല സിമ്പിളായിട്ട് നിങ്ങൾക്ക് കുറച്ച് പഞ്ചസാരയും കുറച്ച് മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റിയ സാധനം തന്നെയാണ് കേട്ടോ ഫ്രണ്ട്സ് ഈ ടോഫി. അത് ഈ പായസത്തിൽ ചേർക്കുമ്പോഴാണ് കേട്ടോ ഫ്രണ്ട്സ് ഈ പായസത്തിന് ഇത്രയും ടേസ്റ്റ് വരുന്നത്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഫ്രണ്ട്സ്. ഇനി നിങ്ങൾ സേമിയ പായസം ഉണ്ടാക്കി നോക്കുമ്പോൾ സേമിയ പാലയുടെ എന്തിനും ഈ ടോഫി ചേർത്ത് നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഇതൊക്കെ ഉണ്ടാക്കി നോക്കുമ്പോൾ ഈ ടോഫി കൂടി ചേർത്തൊന്ന് ഉണ്ടാക്കി നോക്കണേ ഫ്രണ്ട്സ്.
ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ വീഡിയോ കൊണ്ട് മറ്റുള്ള ആർക്കെങ്കിലും ഉപകാരം ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ മാത്രം ഷെയർ ചെയ്യുക. എന്നാൽ ഇനി ഒരു പുതു വീഡിയോ ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ ഫ്രണ്ട്സ്.